രണ്ടാഴ്ച ഓരോ തിരക്കുകൾ കാരണം ഒട്ടും പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. ശനിയാഴ്ച പകുതി ദിവസമേ ജോലിയുള്ളൂ. അപ്പോൾ വിജിയെയും കൂട്ടി ഒരു ട്രിപ്പ് പോകാം എന്ന് തീരുമാനിച്ചു. ഏറ്റവും അടുത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ജബൽ അൽ ഖറ കേവ്സ്. യാത്ര അങ്ങോട്ട് തന്നെ ആവാമെന്ന് കരുതി. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞു. 2 മണിക്കൂർ അധികം യാത്രയുണ്ട്. 1 മണിക്കൂർ വളരെ സ്ട്രെയിറ്റായ ഹൈവേ ആണ്. ഹസ്സ ടൗണിനോട് ഏകദേശം അടുത്തെത്തുന്നതിന് മുന്നേ ഇടത്തോട്ടൊരു ടേണിംഗ് എടുത്ത് കുറച്ച് ഉൾപ്രദേശത്തോടു കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. 1 മണിക്കൂറോളം ഇതിലെ യാത്ര ചെയ്യണം. നേരം കുറേശ്ശെ ഇരുട്ടി തുടങ്ങിയിരുന്നു. 2 വേ റോഡാണ്. നടുക്കുകൂടി ഒരു കനാൽ പോകുന്നുണ്ട്. ഈത്തപ്പഴത്തോട്ടങ്ങളുടെ നാടാണ് മരുപ്പച്ചയായ ഹസ്സ. എങ്കിലും മരുഭൂമിയുടെ മഞ്ഞ കലർന്ന മണ്ണ് നമുക്ക് എവിടെയും കാണാനാകും. മണലല്ല എന്ന് മാത്രം. ഈത്തപ്പനത്തോട്ടങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടെവിടെയായി നിൽക്കുന്ന ഈത്തപ്പനകളും കാണാം. മുന്നോട്ട് പോകുന്തോറും നമുക്ക് മലകളും പ്രത്യേക ആകൃതിയിലുള്ള പാറകളും ഒക്കെ കാണാൻ കഴിയും. വേൾഡ് ഓഫ് സിവിലൈസേഷൻ എന്ന സൗദി ടൂറിസം നാമകരണം ചെയ്തിട്ടുള്ള ജബൽ അൽ ഖറ കേവ്സിന് അടുത്തെത്തിയപ്പോഴത്തേക്കും നേരം ശരിക്കും ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ജബൽ അൽ ഖറ കേവ്സ് കാണുന്നതിനായി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി സൗദി ടൂറിസം ഒരുക്കിയ കൗണ്ടർ ഹാൾ ലക്ഷ്യമാക്കി നടന്നു. അപ്പുറത്ത് ഒരു ഗുഹയുടെ ലക്ഷണമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ഭംഗിയായി സജ്ജീകരിച്ച ഭക്ഷണശാലകളും സുവനീർ ഷോപ്പുകളും പള്ളിയും ഒക്കെ കടന്ന് ഞങ്ങൾ കൗണ്ടറിലേക്ക് എത്തി. ഇതൊക്കെ വിജിയുടെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കടകൾ ഒരു പാറ ടിക്കറ്റ് എടുക്കണം. 2 പേർക്ക് കേവ്സ് കാണുന്നതിനുള്ള നിരക്ക് 115 റിയാലാണ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. 1ാമത്തെ ഫ്ലോറിൽ പോകാനാണ് അദ്ദേഹം പറഞ്ഞത്. 1ാമത്തെ ഫ്ലോറിലെത്തി. അവിടെ നിന്നാണ് ഗുഹയിലേക്ക് കടക്കുന്നത്. ഒരാളെയും എവിടെയും കാണാനില്ല. നേരത്തെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അടച്ചിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് നേരിട്ട് ഗുഹാമുഖത്തേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. ഗുഹയിലേക്ക് കടക്കുന്ന കവാടത്തിനടുത്ത് ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ മാത്രമേ ഉള്ളോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അകത്ത് ആളുകളുണ്ട്, മുന്നോട്ട് നടന്നാൽ കാണാം. എന്നാൽ മുൻപോട്ട് നോക്കുമ്പോൾ വിജനമായ ഗുഹാ കവാടം മാത്രം കാണാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇത്ര സംരക്ഷിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ താഴ്ഭാഗത്തൊക്കെ അവർ ഇതിനോട് സൂട്ടബിളായിട്ടുള്ള ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. പകൽ ചൂടിൽ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ സമയത്ത് തന്നെ വരാൻ പറ്റുള്ളൂ. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഗുഹയുടെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഞങ്ങൾ രാത്രി സമയത്താണ് വന്നത്. രാത്രി ഒരു പ്രത്യേക ഭംഗിയാണ്. പകലും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഓരോന്നിനും ഓരോ വൈബാണ്. ഇവിടെ നമുക്ക് ചെറിയ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം പോലെയാണ്. ചെറിയ ഓഡിറ്റോറിയം, അവിടെ സ്റ്റേജ് ഉണ്ട്. ഇവിടെയൊക്കെ സ്റ്റെപ്പുണ്ട്. മലയാളികൾ പറ്റിപ്പിടിച്ചു മേലെ കയറിയിരിക്കുന്നു. കണ്ടല്ലായിട്ട് മലയാളികളാണത്. ഗുഹകളുടെ എൻട്രൻസിൻ്റെ ഒരു തുടക്കം ഇവിടെയാണ്.
കയറിയിട്ട് പോകാനുള്ളതാണ്. കയറി പോകാൻ ആ കുട്ടി അധികം പോകും. നീ ഇങ്ങനെ വഴി തല അടിക്കണ്ട. ഇങ്ങോട്ട് പോരൂ, നമുക്ക് ടോർച്ച് എടുത്തിട്ട് വരാം. ഓക്കെ. ആ ഓ താഴേക്ക് വഴിയുണ്ട്. താന്ന് പോണം. പാറകളിങ്ങനെ ഇത്ര ഗ്യാപ്പ് നമ്മൾ കണ്ടോ. ഇവിടേക്ക് തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചൂടൊന്നും ഇത് കാണിച്ചു ഇത്ര ഗ്യാപ്പുള്ള സ്ഥലം നടക്കാൻ. അതിൻ്റെ ഇടയിൽ നോക്കൂ ഗ്യാപ്പ്. ഭയങ്കര റിസ്ക്കാട്ടോ. തിരിച്ചങ്ങനെ ഇറങ്ങവര് ഇത്രയും ഗ്യാപ്പല്ലേ. അപകടം പിടിച്ച പണികൾ ചെയ്യുന്നു. ഇതൊക്കെ ഇടയിലൊക്കെ പോയി ഇങ്ങനത്തെ വെള്ളന്മാരൊക്കെ വരുന്ന അറിയാം. അതുകൊണ്ടാവും ഇങ്ങനെ നിൽക്കണമല്ലോ. നനവുണ്ടല്ലേ, നോക്കൂ നനവ്. സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുക കയറാൻ. പറഞ്ഞു കൊടുക്കുക. ഗ്യാപ്പിങ്ങനെ കുറഞ്ഞ് വരുന്നതാണ്. ഇങ്ങോട്ട് വഴിയുണ്ട്. വഴി ഇത്രേ ഉള്ളൂ. നോക്കാം. ഇരുട്ട്.
പേടി